നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. ആമ്പല്ലൂരിലെ INTUC ഓഫീസിന്റെ പേരിനെ ചൊല്ലി തർക്കം. K. കരുണാകരൻ സ്മാരക മന്ദിരം KP വിശ്വനാഥൻ സ്മാരക മന്ദിരമാക്കിയതാണ് തർക്കത്തിന് ഇടയാക്കിയത്. ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, എലിപ്പനി തുടങ്ങിയ വിവിധ പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യ പ്രവർത്തകർ. പുതുക്കാട് തെക്കേത്തുറവിൽ സാമൂഹ്യ വിരുദ്ധർ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്കും ഭക്ഷണ മാലിന്യങ്ങളും തള്ളുന്നതായി പരാതി. സംഭവത്തിൽ ഒരാൾക്ക് പഞ്ചായത്തിന്റെ നോട്ടീസ്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി മഴയെത്തും മുൻപേ അവലോകന യോഗം സംഘടിപ്പിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയിൽ സ്വർണം. പവന് 640 രൂപ വർദ്ധിച്ച് 54,720 രൂപയായി ഒരു പവന്റെ വില. വാർത്തകൾ വിശദമായി. ആമ്പല്ലൂരിലെ INTUC ഓഫീസിന്റെ പേരിനെ ചൊല്ലി തർക്കം. K. കരുണാകരൻ സ്മാരക മന്ദിരം എന്നുള്ളത് ഏകപക്ഷീയമായി KP വിശ്വനാഥൻ സ്മാരക മന്ദിരമാക്കിയതോടെയാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത്. ഇത് ഒരു വിഭാഗം തടയാൻ എത്തിയിരുന്നു. ഇത് വകവയ്ക്കാതെ KP വിശ്വനാഥൻ സ്മാരക മന്ദിരം എന്ന് പേരെഴുതിയതിന് പിന്നാലെ മറുവിഭാഗം കരിയോയിലൊഴിച്ച് പേര് മായ്ച്ചു. ചെറിയൊരു കാലയളവിന് ശേഷം കോൺഗ്രസ് ഗ്രൂപ്പ് പോര് ഇപ്പോൾ ശക്തമായി വരികയാണ്. AI വിഭാഗങ്ങൾ തമ്മിലാണ് തർക്കമുണ്ടായിരിക്കുന്നത്. ഏറെ വിവാദങ്ങൾക്കും തർക്കങ്ങൾക്കും ശേഷമാണ് INTUC ഓഫീസിന് K. കരുണാകരൻ സ്മാരക മന്ദിരം എന്ന് പേരിട്ടത്. വിഷയത്തിൽ KPCCക്കും DCCക്കും K. മുരളീധരനും പരാതി നൽകുമെന്ന് I ഗ്രൂപ്പ് നേതാക്കൾ അറിയിച്ചു. വിയൂർ ഹൈ സെക്യൂരിറ്റി ജയിലിന് പരിസരത്തു നിന്നും ഓടി രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി തമിഴ്നാട് സ്വദേശി ബാലമുരുകൻ സംസ്ഥാനം വിട്ടതായി സൂചന. ബാലമുരുകൻ തൃശൂരിൽ നിന്നും ഒരു ബൈക്ക് മോഷ്ടിച്ച് കടന്നതായാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. വിയൂരിന് സമീപത്തു നിന്നും ഒരു ബൈക്ക് കാണാതായിട്ടുണ്ട്. വെള്ളിയാഴ്ച രാത്രി 9 മണിക്കാണ് ഇയാൾ രക്ഷപ്പെട്ടത്. നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ് തമിഴ്നാട് ആലങ്കുളം സ്വദേശി ബാലമുരുകൻ. തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നാണ് പ്രതി രക്ഷപ്പെട്ടത്. തമിഴ്നാട്ടിലെ പെരിയ കോടതിയിൽ ഹാജരാക്കി തിരികെ ജയിലിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് സംഭവം. ബാലമുരുകനായി പോലീസ് അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. ചുട്ടുപൊള്ളുന്ന വേനലിന്റെ അറുതിയിൽ വീണ്ടും ഒരു മഴക്കാലം വന്നെത്തുമ്പോൾ ഏറെ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, എലിപ്പനി തുടങ്ങി വിവിധ പകർച്ചവ്യാധികൾക്കെതിരെ വ്യക്തിയും സമൂഹവും സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ അതീവ ഗൗരവമുള്ളവയാണ്. പുതുമഴയുടെ ഗന്ധവും വേനൽ മഴയുടെ മഴത്തുള്ളിക്കിലുക്കവുമെല്ലാം നമുക്ക് ഏറെ ആനന്ദം പകരുന്നവയാണ്. എന്നാൽ ഓരോ മഴക്കാലവും നിരവധി പകർച്ചവ്യാധികളുടെ ഉറ്റ തോഴനാണ് എന്നത് വിസ്മരിച്ചുകൂടാ. മഴയാരംഭിച്ച് അന്തരീക്ഷത്തിൽ തണുപ്പേറുകയും പലയിടങ്ങളിലും കൊതുകിന് വളരാൻ ഇടമൊരുക്കി വെള്ളം കെട്ടിനിൽക്കുക കൂടി ചെയ്യുന്നതോടെ പനിക്കാലവും തുടങ്ങുകയായി. അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പകർച്ചവ്യാധികൾ ഒഴിവാക്കുന്നതിന് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. വിവിധ പഞ്ചായത്തുകൾ ഇത്തരത്തിൽ മഴയ്ക്ക് മുൻപേ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ സ്കൂൾ തലം മുതൽ നമുക്ക് ഏതൊരു അവസരത്തിൽ 10 ആളെ കിട്ടുന്നു അവിടെയൊക്കെ നമ്മൾ ആരോഗ്യ ബോധവൽക്കരണം നമ്മൾ നടത്തുന്നുണ്ട്. നമ്മുടെ ആരോഗ്യ ജീവനക്കാർ, ആശാ വർക്കേഴ്സ് എല്ലാവരും ചേർന്നുകൊണ്ട് തന്നെ അതിൽ പറയുന്ന പ്രത്യേകിച്ച് നിർദ്ദേശം നമുക്ക് കിട്ടിയിട്ടുള്ള പ്രകാരം എല്ലാ സ്കൂൾ തലത്തിലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഡ്രൈ ഡേ ആചരിക്കാം, ഒരു ഉണക്ക ദിനം ആയിട്ട് ആചരിക്കാനായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോട്ടീസ് ഇതുമായി ബന്ധപ്പെട്ട് ഡെങ്കിപ്പനി അല്ലെങ്കിൽ കൊതുകുജന്യ രോഗങ്ങൾ മൊത്തം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് നോട്ടീസുകൾ തയ്യാറാക്കിയിട്ട് നമ്മളെല്ലാ വീടാണെന്നൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അവരോട് എന്തൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെ എന്തെങ്കിലും രോഗങ്ങൾ കണ്ടാൽ പല രോഗങ്ങളെ കുറിച്ചുള്ള അടങ്ങിയിട്ടുള്ള ഒരു നോട്ടീസാണ്. ആശുപത്രികളും മഴക്കാലത്ത് സാധാരണമാകുന്ന വൈറൽ പനിയും മറ്റ് പകർച്ചവ്യാധികളും മുന്നിൽ കണ്ട് കൂടുതൽ മരുന്നുകൾ സ്റ്റോക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും ഇത്തരത്തിലുള്ള ഒരുക്കങ്ങൾ നടത്തിയതായി സൂപ്രണ്ട് ഡോക്ടർ സൈമൺ ചുങ്കത്ത് പറഞ്ഞു. പുതുക്കാട് താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തില് പുതുക്കാട് പഞ്ചായത്തിന്റെ മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറെ ഭാഗമൊക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട്
പനി തിരക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവിധ സാംക്രമിക രോഗങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഡെങ്കിപ്പനി ആവാം, ചിക്കൻ ഗുനി ആവാം, എന്താ പറയാ, മഞ്ഞപ്പിത്തായിരിക്കാം. ഇത്തരത്തിലുള്ള രോഗങ്ങളെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് ആശുപത്രിയുടെ ഭാഗത്ത് അത് തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. കൊതുക് നിയന്ത്രണമാണ് പകർച്ചപ്പനി നിയന്ത്രിക്കാൻ ഏറ്റവും ഫലപ്രദമായ മാർഗം. പ്രാദേശിക ഭരണകൂടങ്ങൾ നടത്തുന്ന കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ വ്യക്തികൾ സ്വന്തം ഉത്തരവാദിത്വത്തിൽ വീട്ടിലും പരിസരത്തും കൊതുക് വളരാനുള്ള സാഹചര്യം ഒഴിവാക്കുക കൂടി ചെയ്താൽ വലിയൊരു പരിധിവരെ കൊതുകിനെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ CS സഹദേവൻ പറഞ്ഞു. മഴക്കാല പൂർവ്വരോഗ ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പഞ്ചായത്തിന്റെയും അതേപോലെ ആരോഗ്യവകുപ്പിന്റെയും നിർദ്ദേശങ്ങൾ പ്രകാരം വാർഡുകൾ തോറും, എല്ലാം നമുക്ക് 15 വാർഡാണ് പുതുക്കാട് പഞ്ചായത്തുള്ളത്. അപ്പൊ അത് എല്ലാ വാർഡുകൾ തോറും പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ, വാർഡ് കൺവീനറുടെ നേതൃത്വത്തിൽ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആക്ഷൻ പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ വാർഡിൽ എന്തൊക്കെ രോഗങ്ങൾ മുൻകാലങ്ങൾ ഉണ്ടായിരുന്നു, അതിന് വരാൻ സാധ്യതയുള്ള ഏരിയ അത് കവർ ചെയ്യാനുള്ള, പ്രതിരോധിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങൾ നമ്മുടെ ശുചിത്വ മിഷന്റെ ഫണ്ട് ലഭ്യമായിട്ടുണ്ട്, അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരം നമ്മൾ വാർഡ് തലത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. 18-19 ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഒരു ക്യാമ്പയിൻ വരുന്നുണ്ട്. അപ്പൊ അതിലും എല്ലാ പങ്കാളിത്തങ്ങളും ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഞങ്ങൾ ആശാ റിവ്യൂ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, എലിപ്പനി തുടങ്ങി വിവിധ പകർച്ചവ്യാധികൾ പടരാൻ സാധ്യതയുള്ളതിനാൽ ഒരു സാഹചര്യത്തിലും സ്വയം ചികിത്സയ്ക്ക് മുതിരരുത് എന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. കൊതുകുകടി ഏൽക്കാതെ സൂക്ഷിക്കുക എന്നതാണ് ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഏറ്റവും ഫലപ്രദമായ പ്രതിരോധ മാർഗം. ഒപ്പം എലിപ്പനിയിൽ നിന്നും മഞ്ഞപ്പിത്തത്തിൽ നിന്നും മുൻകരുതൽ സ്വീകരിക്കുക. സമൂഹത്തിന്റെയും വ്യക്തിയുടെയും ആരോഗ്യ സുരക്ഷയ്ക്ക് വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ഉറപ്പാക്കുക. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി മഴയെത്തും മുൻപേ എന്ന പേരിൽ അവലോകന യോഗം സംഘടിപ്പിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി വാർഡുകളിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങളുടെ മൈക്രോ പ്ലാൻ തയ്യാറാക്കലും മഴക്കാല രോഗങ്ങളെ ചെറുത്തു നിർത്തുന്നതിനു വേണ്ടി വീടുകൾ തോറും ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കേണ്ടതിനെ കുറിച്ചും ചർച്ചകൾ നടത്തി. യോഗത്തിൽ PWD, ഇറിഗേഷൻ വാട്ടർ അതോറിറ്റി, പ്ലാന്റേഷൻ, പോലീസ് ഉദ്യോഗസ്ഥർ, KSCB ജീവനക്കാർ, ജനപ്രതിനിധികൾ, കുടുംബശ്രീ, തൊഴിലുറപ്പ്, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിങ്ങനെ വിവിധ വകുപ്പുകളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. പുതുക്കാട് തെക്കേത്തറവിൽ സാമൂഹ്യ വിരുദ്ധർ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്കും ഭക്ഷണ മാലിന്യങ്ങളും തള്ളുന്നതായി പരാതി. സംഭവത്തിൽ ഒരാൾക്ക് പഞ്ചായത്തിന്റെ നോട്ടീസ്. മാലിന്യത്തിൽ നിന്നും ലഭിച്ച പാഴ്സലിലെ വിലാസത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് മാലിന്യം തള്ളിയ ആളെ തിരിച്ചറിഞ്ഞത്. തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഉമ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ കുറ്റക്കാരന് നോട്ടീസ് നൽകി. 10,000 രൂപയാണ് കുറ്റക്കാരിൽ നിന്നും ഈടാക്കുക. പള്ളിക്കുന്ന് അമ്പലത്തിന്റെ പുറകുവശത്തും ചെറുവാളിലേക്ക് പോകുന്ന റോഡിന്റെ പരിസരങ്ങളിലുമാണ് മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നത്. ഡെങ്കിപ്പനിയടക്കം പല പകർച്ചവ്യാധികളും പടരുന്ന സാഹചര്യമാണ് സാമൂഹ്യ വിരുദ്ധർ ഉണ്ടാക്കുന്നതെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. അമിതമായ അളവിൽ ഭക്ഷണ മാലിന്യങ്ങൾ തള്ളുമ്പോൾ തെരുവു നായ്ക്കളുടെ ശല്യവും ഉണ്ടാകാനിടയുണ്ടെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ മാലിന്യത്തിൽ നിന്നുള്ള ദുർഗന്ധം മൂലം മൂക്കുപൊത്തി നടക്കേണ്ട ഗതികേടിലാണെന്നാണ് യാത്രക്കാരുടെ പരാതി. സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പൊതുപ്രവർത്തകൻ വർഗീസ് തെക്കേത്തല അഭിപ്രായപ്പെട്ടു. നമ്മുടെ നാട്ടിൽ പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്ന കാലഘട്ടത്തില് തെക്കേ തുറവിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പൊ ഇവിടെ ഞങ്ങൾ ലൈവായിട്ട് കാണാണ്. ഈ തുറവിന്റെ നമ്മുടെ വള്ളിക്കുന്ന് അമ്പലത്തിന്റെ പുറകില് ഈ റോഡിന്റെ തന്നെ മെയിൻ റോഡ്, ചെറുവാൾക്ക് പോകുന്ന റോഡ്, ഈ റോഡിന്റെ സൈഡിലും പരിസരങ്ങളിലാണ് രാത്രി കാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധര് ഇത്തരം വികൃതികളൊക്കെ ചെയ്യുന്നത്. കാരണം തെക്കേ തുറയില് പകർച്ചവ്യാധി എന്ന് പറയുന്ന ഡെങ്കു പടർന്നു പിടിച്ചിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടി പഞ്ചായത്ത് ആരോഗ്യവകുപ്പും എടുക്കണം എന്നാണ് ഈ അവസരത്തിൽ നാട്ടുകാരായി ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. ചെറുതുരുത്തി ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങി കാണാതായ 16-കാരന്റെ മൃതദേഹം കണ്ടെത്തി. ചെറുതുരുത്തി പടിഞ്ഞാറേ തോപ്പിൽ സുന്ദരൻ മകൻ ആര്യനാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ അഗ്നിരക്ഷാസേന നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ചെറുതുരുത്തി റെയിൽവേ പാളത്തിന് സമീപമുള്ള ഏർള കടവിൽ സഹോദരനടക്കം 5 പേർ കുളിക്കുന്നതിനിടെയാണ് ആര്യൻ ഒഴുക്കിൽപ്പെട്ടത്. മണ്ണമ്പേട്ടയിൽ വീടിനുള്ളിൽ കയറിക്കൂടിയ മരപ്പട്ടിയെ പിടികൂടി. തെക്കേക്കര തേക്കിലേക്കാടൻ വീട്ടിൽ ജോർജിന്റെ വീട്ടിലാണ് മരപ്പട്ടിയെ കണ്ടെത്തിയത്. ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം. വീടിനുള്ളിലെ മുറിയിൽ ശബ്ദം കേട്ടതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് മരപ്പട്ടിയെ കണ്ടെത്തിയത്. രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ മരപ്പട്ടി മുറിയിൽ നാശനഷ്ടങ്ങൾ വരുത്തി. വീട്ടുകാർ വനം വകുപ്പിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് റെസ്ക്യൂ ടീം അംഗങ്ങളായ രജീഷ് നന്ദിപുലം, സൗരവ് എന്നിവർ ചേർന്ന് മരപ്പട്ടിയെ പിടികൂടി. വനം വകുപ്പ് മരപ്പട്ടിയെ വനത്തിലേക്ക് അയച്ചു. ആമ്പല്ലൂരിലെ ആളൊഴിഞ്ഞ പറമ്പിൽ പാമ്പിന്റെ 15 മുട്ടകൾ കണ്ടെത്തി.
ആമ്പല്ലൂരിലെ പഴയ കലിക ഹോട്ടലിന്റെ പറമ്പിൽ നിന്നുമാണ് മുട്ടകൾ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 11:30 സംഭവം. പറമ്പിലെ കിണറ്റിൽ നിന്നും വെള്ളമെടുക്കുവാൻ വന്ന സമീപത്തെ വർക്ക്ഷോപ്പ് ജീവനക്കാരാണ് മുട്ട കണ്ടത്. തുടർന്ന് വനം വകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു. വനം വകുപ്പിലെ സ്നേക് റെസ്ക്യൂ ടീം അംഗം രജീഷ് നന്ദിപുലം സ്ഥലത്തെത്തിയാണ് കുഴിയിൽ കിടക്കുകയായിരുന്ന മുട്ട പുറത്തെടുത്തത്. ശേഷം വനം വകുപ്പിന് മുട്ടകൾ കൈമാറി. KCBC മദ്യവിരുദ്ധ സമിതി നിലവിൽ പ്രവർത്തിക്കുന്ന 32 രൂപതകളിൽ നിന്നും ഏറ്റവും മികച്ച മദ്യവിരുദ്ധ പ്രവർത്തനം കാഴ്ചവെച്ചതിന് സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനത്തിന് അർഹരായി തൃശൂർ അതിരൂപത മദ്യവിരുദ്ധ സമിതി. പാലാരിവട്ടം POCയിൽ വെച്ച് നടത്തിയ സംസ്ഥാന വാർഷിക സമ്മേളനത്തിൽ വെച്ച് തൃശൂർ അതിരൂപത മദ്യവിരുദ്ധ സമിതി ഡയറക്ടർ ഫാദർ ദേവസി പന്തല്ലൂക്കാരനും അതിരൂപത ഭാരവാഹികളും ചേർന്ന് വരാപ്പുഴ അതിരൂപത നിയുക്ത സഹായമെത്രാൻ മാർ ആന്റണി വാലുങ്കലിൽ നിന്നും ട്രോഫി ഏറ്റുവാങ്ങി. സംസ്ഥാന ചെയർമാൻ യൂഹനാൻ മാർ തിയോഡേഷ്യസ് സന്നിഹിതനായിരുന്നു. സ്കൂൾ പ്രവേശനത്തിന്റെ ഭാഗമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ ക്ലാസ് ടീച്ചർ പറയുമ്പോൾ വലിയ സന്തോഷമാണ് കാത്തിരിക്കുന്നതെന്ന് CA അതിഥി എന്ന 4ാം ക്ലാസ്സുകാരി അറിഞ്ഞില്ല. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയായ അതിഥിയുടെ ഒരു വീഡിയോ ഏറെ ശ്രദ്ധ നേടുകയാണ്. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ LKG പ്രവേശനത്തിന് അതിഥിയുടെ വിവരണത്തോടെ പോസ്റ്റ് ചെയ്ത വീഡിയോ മന്ത്രി V ശിവൻകുട്ടി സ്വന്തം ടൈം ലൈനിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിഥി മോൾ സ്കൂളിലേക്ക് ക്ഷണിക്കുന്നു, പൊതുവിദ്യാലയങ്ങൾ നാടിന് അഭിമാനം എന്ന കുറിപ്പോടെയാണ് മന്ത്രി വീഡിയോ പോസ്റ്റ് ചെയ്തത്. 1500 വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂൾ പഠനത്തിലും പഠനേതര വിഷയങ്ങളിലും മികവ് പുലർത്തുന്നതാണ്. സ്കൂളിലെ ബുൾബുൾ ടീം ലീഡറായ അതിഥി കഴിഞ്ഞ വർഷം LSS സ്കോളർഷിപ്പും നേടിയ മിടുക്കിയാണ്. LKG വിദ്യാർത്ഥിയായിരിക്കെ സ്കൂൾ അസംബ്ലിയിൽ പ്രതിജ്ഞ ചൊല്ലാൻ അവസരം കിട്ടിയതോടെയാണ് അതിഥിയുടെ ഇംഗ്ലീഷ് ഭാഷാശുദ്ധിയും ഉച്ചാരണ മികവും അധ്യാപകർ ശ്രദ്ധിക്കുന്നത്. തൃശൂർ പോലീസ് ക്രൈംബ്രാഞ്ചിൽ ഉദ്യോഗസ്ഥനായ അച്ഛൻ അഭിലാഷും അമ്മ നിയമവിദ്യാർത്ഥിയായ സിതാരയും മകളുടെ കഴിവിന് പിന്തുണയായി നിന്നു. അവധിക്കാലത്ത് ക്ലാസ് ടീച്ചർ ആതിരയുടെയും പ്രധാന അധ്യാപിക ഉഷയുടെയും ആവശ്യപ്രകാരമാണ് സ്കൂളിനു വേണ്ടി വീഡിയോ ചെയ്യാനെത്തിയത്. സ്കൂളിൽ വെച്ച് തന്നെയായിരുന്നു ഷൂട്ടിംഗ്. വ്യക്തമായ ഇംഗ്ലീഷിൽ സ്ഫുടമായ ഉച്ചാരണത്തോടെയുള്ള അതിഥിയുടെ അവതരണം ആരെയും ആകർഷിക്കുന്നതായിരുന്നു. അതിനുള്ള അംഗീകാരമായി മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. Hello everyone, my name is Aditi. I am a proud student of GHSS Mupliam in the 4th grade. As a Bulbul leader, LSS winner, performer in the Sub-District Arts Fest and a public speaker, I can confidently say that my school has provided me with countless opportunities to grow and excel. At GHSS Mupliam, we have a vibrant community that fosters creativity, curiosity, and leadership. ആധാർ കളഞ്ഞുപോയാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. ഓൺലൈനായി അപേക്ഷിച്ച് പുതിയ PVC കാർഡ് നേടാം. രാജ്യത്തെ പൗരന്റെ പ്രധാന തിരിച്ചറിയൽ രേഖകളിൽ ഒന്നാണ് ഇന്ന് ആധാർ കാർഡ്. സർക്കാർ പദ്ധതികൾക്കും സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനും ഒരു സിം കാർഡ് എടുക്കാൻ പോലും ആധാർ വേണം. എന്തിനും ഏതിനും വേണ്ട ആധാർ കാർഡ് നഷ്ടപ്പെട്ടാലോ? ആധാർ കളഞ്ഞുപോയാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. ഓൺലൈനായി അപേക്ഷിച്ച് പുതിയ PVC കാർഡ് നേടാവുന്നതാണ്. ഓഫ്ലൈനായും ഡ്യൂപ്ലിക്കേറ്റ് ആധാറിനായി അപേക്ഷിക്കാവുന്നതാണ്. അതേസമയം 10 വർഷം മുൻപെടുത്ത ആധാർ കാർഡ് സൗജന്യമായി ഓൺലൈനിൽ പുതുക്കുന്നതിനുള്ള സമയപരിധി 2024 ജൂൺ 15 വരെ നീട്ടിയിട്ടുണ്ട്. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള 151ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ഞായറാഴ്ച നടക്കും. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ്. വെള്ളിക്കുളങ്ങര SNDP ശാഖയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച സൗജന്യ നേത്ര പരിശോധന തിമിര രോഗനിർണയ ക്യാമ്പ് നടക്കും. രാവിലെ 9 മുതൽ SNDP ശാഖാ മന്ദിരത്തിലാണ് ക്യാമ്പ്. NV ഇന്ദിരയുടെ എന്റെ കൊച്ചു ലോകം എന്ന പുസ്തകം ഞായറാഴ്ച വൈകിട്ട് 4-ന് പ്രകാശനം ചെയ്യും. നെല്ലായിയിലെ ഇന്ദിരയുടെ വസതിയിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് പുസ്തകം പ്രകാശനം ചെയ്യും. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് പുസ്തകം ഏറ്റുവാങ്ങും. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയിൽ സ്വർണം. പവന് 640 രൂപ വർദ്ധിച്ച് സ്വർണ്ണവില റെക്കോർഡിട്ടു. വെള്ളിയാഴ്ച വിലയിൽ നേരിയ കുറവുണ്ടായിരുന്നെങ്കിലും ശനിയാഴ്ച കേരള വിപണിയിൽ പുതിയ റെക്കോർഡിട്ടു. 1 പവൻ സ്വർണത്തിന്റെ വിപണി വില 54,720 രൂപയാണ്. ഗ്രാമിന് 80 രൂപ വർദ്ധിച്ച് 6,840 രൂപയായി. കാലാവസ്ഥ.
കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. അളകപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ വെണ്ടൂരിൽ പ്രവർത്തിക്കുന്ന വനിതാ ജിംനേഷ്യം സെന്ററിലേക്ക് പരിചയസമ്പന്നരായ വനിതാ ട്രെയിനറുടെ ഒഴിവുണ്ട്. താൽപ്പര്യമുള്ളവർ ആവശ്യമായ രേഖകൾ സഹിതം മെയ് 25 രാവിലെ 11 പഞ്ചായത്തിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 048027517372. കല്ലേറ്റുംകരയിൽ പ്രവർത്തിക്കുന്ന കെ കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജ് ഡിപ്ലോമ ITI വിദ്യാർത്ഥികൾക്ക് തിങ്കളാഴ്ച സംസ്ഥാനതല പ്ലേസ്മെന്റ് ഡ്രൈവ് നടത്തുന്നു. 50-ൽ അധികം കമ്പനികൾ പങ്കെടുക്കുന്ന ഈ ഡ്രൈവിൽ DWMS ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാവുന്നതാണ്. കേരളത്തിലെ IHRDയുടെ 8 മോഡൽ പോളിടെക്നിക് കോളേജുകളിൽ നിന്നും ഉള്ള വിദ്യാർത്ഥികൾ രാവിലെ 9 മണിക്ക് തന്നെ ക്യാമ്പസിൽ എത്തിച്ചേരേണ്ടതാണ്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാത്തവർക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. തൃശൂർ ലോ കോളേജ് അംബേദ്കർ സ്റ്റഡി സർക്കിൾ സെന്ററിന്റെ നേതൃത്വത്തിൽ 10ാം ക്ലാസ് എ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ എടുത്തുകൊടുക്കുന്നു. വടക്കേ സ്റ്റാൻഡിലെ PG സെന്ററിലാണ് ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. പേഴ്സണൽ മെമ്പർഷിപ്പും ആവശ്യമാണെങ്കിൽ ട്യൂഷനും ഉണ്ടായിരിക്കുന്നതാണ്. ക്ലാസുകൾ സൗജന്യമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ആദ്യ നമ്പർ 7034421393. അടുത്ത നമ്പർ 7356096947. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6840 രൂപ, പവന് 54,720 രൂപ. പുതുക്കാട് കണ്ണമ്പത്തൂർ കുറുമാലി കിഴക്കുമുറി മനോജ് ഭാര്യ പ്രസന്ന അന്തരിച്ചു. 46 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കല്ലൂർ ഞെള്ളൂർ കഞ്ചേരി വീട്ടിൽ സഹദേവൻ ഭാര്യ രാധ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രശ്മി, രേഖ, പരേതനായ സംഗീത് എന്നിവർ മക്കളും ജയൻ, രമ്യ എന്നിവർ മരുമക്കളുമാണ്. പറപ്പൂക്കര കൊളങ്ങരപ്പറമ്പിൽ ഭാസ്കരൻ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മല്ലികയാണ് ഭാര്യ. മണി, കണ്ണൻ എന്നിവർ മക്കളും അഞ്ജു, സിനി എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് ചക്കുങ്ങത്തൊടിയിൽ നാരായണൻ ഭാര്യ സുഭാഷിണി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ദിൽകുമാർ, അനിൽകുമാർ, ആനന്ദ് കുമാർ, ദീപ എന്നിവർ മക്കളും രമ, നീന, പ്രദീപ്, പരേതയായ ജലജ എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് തെക്കേത്തുറവ് പാലക്കട രാമകൃഷ്ണൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. സംസ്കാരം ഞായർ രാവിലെ 9 ഇരിഞ്ഞാലക്കുട മുക്തിസ്ഥാൻ SNDP ശ്മശാനത്തിൽ. ശ്യാമളയാണ് ഭാര്യ. ജനീവ്, ദേവിക, സുധിന എന്നിവർ മക്കളും സരിത, ആന്റണി, അശോക് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ആമ്പല്ലൂരിലെ INTUC ഓഫീസിന്റെ പേരിനെ ചൊല്ലി തർക്കം. കെ കരുണാകരൻ സ്മാരക മന്ദിരം KP വിശ്വനാഥൻ സ്മാരക മന്ദിരമാക്കിയതാണ് തർക്കത്തിന് ഇടയാക്കിയത്. ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, എലിപ്പനി തുടങ്ങിയ വിവിധ പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യ പ്രവർത്തകർ. പുതുക്കാട് തെക്കേത്തുറവിൽ സാമൂഹ്യ വിരുദ്ധർ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്കും ഭക്ഷണ മാലിന്യങ്ങളും തള്ളുന്നതായി പരാതി. സംഭവത്തിൽ ഒരാൾക്ക് പഞ്ചായത്തിന്റെ നോട്ടീസ്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി മഴയെത്തും മുൻപേ അവലോകന യോഗം സംഘടിപ്പിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയിൽ സ്വർണം. പവന് 640 രൂപ വർദ്ധിച്ച് 54,720 രൂപയായി ഒരു പവന്റെ വില. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.